എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചീമച്ചക്ക കൊണ്ട് പലതരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ചീമച്ചക്ക കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉൾവശം നല്ല കട്ടിയാണ്. കുറച്ച് പാടാണ് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാൻ. അപ്പോൾ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം പകുതി മാത്രമേ ഞാൻ തോരൻ വെക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് പകുതി എടുത്തിട്ട് അതിനൊന്ന് തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് നല്ല അരക്കുമുണ്ട്. അപ്പം കത്തിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ടാണെങ്കിൽ അരക്കൊന്നും കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് തോലെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിനൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നടുവിലുള്ള പൂഞ്ഞൊക്കെ ഒന്ന് എടുത്ത് കളയാം. കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കനം കുറച്ചാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. തോരൻ വയ്ക്കാനായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 3-4 ആയിട്ടൊന്ന് കീറിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. ഈ ചക്ക പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ആ പൂഞ്ഞിനാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ളത്. അതുകൊണ്ടാണ് ഇത് മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേപോലെ എടുത്ത് വെച്ചിരുന്നതെല്ലാം കനം കുറച്ച് ഈ ഒരു തോരൻ്റെ പരുവത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതെടുത്ത് വെച്ച് ആ പകുതി ചീമച്ചക്ക ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് താളിച്ചിട്ടാണ് തോരൻ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം വളരെ കുറച്ച് മതിയാകും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ചട്ടി മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പും കൂടി തയ്യാറാക്കാം. ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ തോരന് വേണ്ടി ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിരിക്കുന്നത് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും കഷ്ണങ്ങൾ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തൊന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം അരപ്പ് നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളം കുറച്ചുകൂടി ഉണ്ട്. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ചക്ക നല്ല പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലിരിക്കണം, ഒരുപാട് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാ ചക്കയൊക്കെ വയ്ക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചീമച്ചക്ക കൊണ്ട് തോരൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇതിട്ട് ഇളക്കി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ തോരൻ റെഡിയായി കഴിഞ്ഞ് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമുക്കിത് ചക്ക ഉടയ്ക്കുന്ന രീതിയിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഉടച്ചും എടുക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചീമച്ചക്ക കൊണ്ടുള്ളൊരു തീയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് കറിക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത് വറുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. എന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. ഇതുപോലെ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും പൊടികളെല്ലാം നല്ലതുപോലെ മൂക്കുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായി തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ പകുതി ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നടുവിലൂടെ ഒന്ന് കീറിയെടുക്കാം. പിന്നീട് ഈ നടുഭാഗത്ത് കാണുന്ന പൂഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇനി ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിലൂടെ കുറേ ഭാഗം ഇങ്ങനെ കീറിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുത്തോളൂ. ഞാൻ ദാണ്ടെ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വാരിയെടുക്കാം. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടി അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അരപ്പൊഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകുന്ന കറിയല്ല ഇത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റുള്ള ചീമച്ചക്ക തീയൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ചീമച്ചക്കയും ചക്കക്കുരുവും കൂടി ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു അവിയലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കടച്ചക്ക തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 25 ചെറിയ ഉള്ളിയുണ്ട്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഉള്ളി നന്നായി ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചെടുക്കുന്ന പോലെ അതേപോലെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇത് ചട്ടിയിൽ നമ്മൾ ആവി കയറാൻ വെച്ചിരുന്ന നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കി 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇനി ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരുവും കടച്ചക്കയും ചേർത്തുള്ള ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.